ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെയൊക്കെ വീഡിയോയിൽ എപ്പോഴും കാണുന്ന ഒരു സാധനമാണ് വെണ്ടക്ക. അപ്പോൾ നമുക്കിന്ന് വെണ്ടക്ക വെച്ച് ഒരു അടിപൊളി മസാലക്കറി തയ്യാറാക്കിയാലോ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയതും അതുപോലെ ടേസ്റ്റിയുമായിട്ടുള്ള ഒരു മസാലക്കറിയാണ്. നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വെണ്ടക്ക നന്നായി കഴുകി വാരി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. തീരെ ചെറുതായിട്ടല്ല വലുതായിട്ടുമല്ല, ഒരു മീഡിയം സൈസിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെ അവിടെ മാറ്റി വെക്കുക. അപ്പോൾ നമ്മൾ സ്റ്റൗവിലേക്ക് കടായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 5-8 വെളുത്തുള്ളിയും കൂടെ തൊലി കളഞ്ഞിട്ട് കൊടുത്ത് ഒരു ടേബിൾ സ്പൂൺ മല്ലി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു 3 വറ്റൽമുളകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എരിവിനനുസരിച്ച് വറ്റൽമുളകൊക്കെ കൂട്ടവും കുറക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ചൂടാക്കുക. അതിനുശേഷം ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്കൊന്ന് അരച്ചെടുത്ത് വരാം. അപ്പോൾ ഞാനിതിവിടെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതവിടെ മാറ്റി വെക്കുക. അതേ കടായിൽ തന്നെ ഒരു ടീസ്പൂൺ കൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് നമ്മളെ വെണ്ടക്ക കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളെ വെണ്ടക്ക ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിൻ്റെ വഴുവഴുപ്പൊക്കെ ഒന്ന് മാറി വരുന്നവരെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഏകദേശം നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. അതും അവിടെ മാറ്റി വെക്കുക. പിന്നീട് നമ്മളിനി സ്റ്റൗവിലേക്ക് വീണ്ടും ഒരു കടായി എടുത്ത് വെക്കുന്നുണ്ട്. അതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പെരിഞ്ജീരകമാണ്. ഒരു ടീസ്പൂൺ പെരിഞ്ജീരകമാണ് ഇട്ട് കൊടുത്തത്. അല്പം കറിവേപ്പും കൂടെ ഇട്ട് കൊടുക്കുക. പിന്നീട് അതിലേക്ക് മീഡിയം സൈസിലുള്ള ഒരു സവോള കട്ട് ചെയ്തും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പം നമ്മളെ സവോളയൊക്കെ ഒന്ന് നന്നായിട്ട് വഴറ്റി എടുക്കേണ്ടതുണ്ട്. നന്നായിട്ട് കളർ മാറുന്നത് വരെ വഴറ്റൊന്നും വേണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് വഴണ്ടി കിട്ടിയാൽ മതി. അപ്പോൾ നമ്മുടെ സവോളയൊക്കെ ഒന്ന് നന്നായിട്ട് വഴണ്ടി വന്ന സമയത്ത് നമ്മൾ അതിലേക്ക് മീഡിയം സൈസിലുള്ള ഒരു തക്കാളി അരച്ചെടുത്തിട്ടുണ്ട്. അതും കൂടെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ തക്കാളിയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ജാറിലേക്ക് ഒരു അല്പം വെള്ളം കൂടി ആക്കി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റുന്ന വരെ നമ്മൾ ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ വറ്റി ഒന്ന് എണ്ണ തെളിഞ്ഞ് വരുന്ന സമയത്തേക്കും നമ്മൾ അതിലേക്ക് അതിന് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതുവരെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. ഉപ്പ് ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. മുളക് പൊടിയൊക്കെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതും ഇട്ട് കൊടുത്ത് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നവരെ വഴറ്റിക്കൊടുക്കുക. പിന്നീട് നമ്മൾ അരച്ച് വെച്ച അരപ്പും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ അരപ്പും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതും കൂടെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതിനെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ആ ഒരു അരവിൻ്റെ പച്ചമണമൊക്കെ മാറി വരുന്നവരെ ഇതിനൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ നമുക്ക് എത്രത്തോളം ലൂസ് വേണോ അതിനനുസരിച്ചിട്ടുള്ള വെള്ളവും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതൊന്ന് ചേർത്ത് കൊടുത്ത് ഒന്ന് തിളച്ച് വരുന്ന സമയം നമ്മൾ അതിലേക്ക് വെണ്ടക്ക ഇട്ട് കൊടുക്കുക. അപ്പോൾ വെണ്ടക്ക ഇട്ട് കൊടുത്ത് നമ്മളിത് കൂടുതൽ സമയം കുക്ക് ചെയ്യുന്നു വേണ്ട. ഓൾറെഡി വെണ്ടക്ക ഒന്ന് കുക്കായതാണ്. അപ്പോൾ ഒന്ന് 2-3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വെണ്ടക്കയൊക്കെ കറി നല്ല രീതിയിലായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ലാസ്റ്റ് സ്റ്റേജിൽ നമ്മളിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എങ്കിൽ ഇതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ വെണ്ടക്ക കറി റെഡിയായി. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ഓക്കെ, നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം.